ഗുരുബ്രഹ്മ ഗുരുർവിഷ്ണു ഗുരുർദേവോ മഹേശ്വര ഗുരു സാക്ഷാൽ പരബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. വേദിയിലിരിക്കുന്ന ഇന്നത്തെ ഈ പരിപാടിയുടെ അധ്യക്ഷയായിട്ടുള്ള അജിത, ആമുഖ പ്രഭാഷണം നടത്തിയ സുധാകർജി, അതുപോലെ തന്നെ വേദിയിലിരിക്കുന്ന പാലക്കാട് ജില്ലാ മഹിളാ മോർച്ചയുടെ സെക്രട്ടറി ആയിട്ടുള്ള അശ്വതി, ക്യാപ്റ്റൻ ബാലചന്ദ്രൻ അവർകൾ, മറ്റു വേദിയിലിരിക്കുന്ന എൻ്റെ സ്നേഹമുള്ള സഹോദരന്മാരെ, സഹോദരിമാരെ, സദസ്സിലിരിക്കുന്ന സ്നേഹമുള്ള സഹോദരന്മാരെ, കഴിഞ്ഞ മാസം 5-ാം തീയതി ഈ മാതൃശക്തിയുടെ ഒരു ഔപചാരികമായ ഉദ്ഘാടനത്തിന് എന്നെ ക്ഷണിച്ചതായിരുന്നു സുധാകരൻ. പക്ഷെ അന്ന് ഞാനിവിടെ എത്തി. പക്ഷെ ഞാൻ കുറേ കിലോമീറ്റർ താണ്ടി ഏതോ ഒരു ഭാഗത്ത് പോയി. എനിക്ക് തിരിച്ചു വരാൻ പറ്റാത്തൊരു അവസ്ഥയായി. ഇവിടെ തുടങ്ങേണ്ട സമയമായി. അതുകൊണ്ട് എനിക്ക് എത്താൻ പറ്റിയില്ല. പക്ഷേ എൻ്റെ സഹോദരി അശ്വതിയാണ് ആ പരിപാടി ഇവിടെ ഉദ്ഘാടനം ചെയ്തതെന്ന് അറിയാൻ കഴിഞ്ഞാൽ വളരെയധികം സന്തോഷമുണ്ട്. ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള എൻ്റെ സ്നേഹമുള്ള സഹോദരിമാരെ കണ്ടപ്പോൾ എനിക്ക് വളരെ അത്ഭുതം തോന്നി. കാരണം എന്താ വെച്ചാൽ ഇത്രയും സഹോദരിമാർ ഒരു കാരണവശാൽ ഒരിക്കലും ഒരു അമ്പലത്തിൽ ഈ രാവിലെ 12 മണിയാകുമ്പോഴേക്ക് എത്തിച്ചേരില്ല. കാരണം എന്താ വെച്ചാൽ വീട്ടിലെ കുടുംബ പ്രാരാബ്ദം ഏറ്റവും വലിയൊരു പ്രാരാബ്ദമായി കാണുന്ന സ്ത്രീകളാണ് ഇന്നിവിടെ 12 മണിക്ക് ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ളത്. അതിലുപരി കുറേ കുട്ടികളെ ഞാൻ കണ്ടു. തീർച്ചയായിട്ടും നമ്മുടെ യുവതികളെ ഈ മുന്നിൽ നിരയിലേക്ക് കൊണ്ടുവരാൻ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന നമ്മുടെ അമ്മമാർ ഇന്നിവിടെ ഒരുപാട് കുട്ടികളെ ഇവിടെ എത്തിച്ചേർന്നുണ്ട് എന്നുള്ളതിൽ അതിലേറെ സന്തോഷം തോന്നി. എനിക്ക് തോന്നുന്നു അത് സുധാകർ ജിയുടെ ആ ഒരു പരിശ്രമ ഫലമായിട്ടാണ് ഇത്രയും പേര് ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ളത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. വളരെയധികം സന്തോഷമുണ്ട്. കാരണം നമുക്ക് സുധാകരനെ എനിക്ക് പരിചയപ്പെട്ടത് ഞാൻ 25 വർഷം മുമ്പാണ്. 25 വർഷം മുമ്പ് പാലക്കാട് ഒരു ജോലിക്ക് വന്ന സുധാകരനെ ഞാൻ പരിചയപ്പെടുകയും അന്ന് മുതൽ ഇന്ന് വരെ ആ ഒരു ബന്ധം വളരെ സ്നേഹമുള്ളൊരു സഹോദരനെ പോലെ അല്ലെങ്കിൽ അദ്ദേഹം എന്നെ ഒരു സഹോദരിയെ പോലെ കണ്ടുകൊണ്ട് പല പരിപാടിക്കും എന്നെ ക്ഷണിക്കുന്നുണ്ട്. ഇന്ന് അദ്ദേഹം പല ക്ഷേത്രങ്ങളിലും പല സ്ത്രീകൾക്കും പല കുടുംബങ്ങൾക്കും ഈ ഗായത്രി മന്ത്രം ചൊല്ലിക്കൊടുക്കുകയും അത് നിർബന്ധമായും എല്ലാ ദിവസവും ചൊല്ലണമെന്ന് അദ്ദേഹത്തിൻ്റെ ഒരു ആജ്ഞ അനുസരിക്കുന്ന ഒരുപാട് സ്ത്രീകൾ ഇന്ന് സമൂഹത്തിലുണ്ട് എന്നുള്ളതാണ്. തീർച്ചയായിട്ടും ഗായത്രി മന്ത്രത്തെ പോലെ വേറൊരു മന്ത്രമില്ല എന്ന് തന്നെ പറയണം. കാരണം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഇന്നത്തെ വിഷയം ഇവിടെ സ്ത്രീ ശാക്തീകരണമാണല്ലേ. സ്ത്രീ ശാക്തീകരണം പറയും, സ്ത്രീ ശക്തിപ്പെടുക എന്നുള്ളതാണ്. ഈ കാണുന്ന ഇത് തന്നെയാണ് ശക്തി, അതിൽ യാതൊരു സംശയവുമില്ല. കാരണം ഈ സ്ത്രീകളുടെ ശക്തി എന്ന് പറയുമ്പോൾ നമ്മൾ ഒന്നിക്കുക. നമ്മളറിയാം, ഇന്ന് ഭാരതത്തെ ഭാരതാംബയായിട്ടാണ് നമ്മൾ കാണുന്നത് അല്ലേ. ഭാരതാംബ എന്ന് പറയുമ്പോൾ നമ്മൾ എന്താ മനസ്സിലാക്കുന്നത്? നമ്മൾ ആ ഭാരതാംബയുടെ ആ കൊടി പിടിച്ചിട്ടുള്ള ആ ചിത്രം മനസ്സിൽ കാണുമ്പോൾ തന്നെ നമുക്ക് എപ്പോഴും ആ ഒരു അമ്മയെ സ്നേഹിക്കണം എന്നുള്ള മനസ്സ് നമ്മുടെ എല്ലാവരുടെ മനസ്സിലും വരാറുണ്ട് അല്ലേ. അതെന്തുകൊണ്ടാണ്? നമുക്കറിയാം, ഒരു കുടുംബം എന്ന് വെച്ചാൽ അവിടെ സ്ത്രീയാണ് ഏറ്റവും പ്രാധാന്യമായി അർഹിക്കുന്ന ഒരാൾ എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലേ. ഒരു സ്ത്രീക്കാണ് ആ കുടുംബത്തിലെ ഏറ്റവും കൂടുതൽ പ്രാധാന്യത. എന്തുകൊണ്ടാണ് നമ്മൾ ആ സ്ത്രീക്ക് പ്രാധാന്യത കൊടുക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ടോ? ഇന്ന് സ്ത്രീകൾക്ക് മാത്രമേ സത്യം പറഞ്ഞാൽ ഒരു മനസ്സിനൊരു ഒരു എന്താ പറയുക, ഒരു സന്തോഷം കൊടുക്കാനും സങ്കടം എന്താണെന്ന് മനസ്സിലാക്കി നമുക്ക് പ്രവർത്തിക്കാൻ നമുക്ക് സാധിക്കും അല്ലേ. പുരുഷന്മാർക്ക് അത് വളരെ കുറവാണ് എന്നാണ് ഞാൻ ഇന്ന് സമൂഹത്തിൽ മനസ്സിലാക്കിയിട്ടുള്ളത്. ഇല്ല എന്ന് പറയുന്നില്ല, പക്ഷേ സമൂഹത്തിൽ ഏറ്റവും കൂടുതൽ സ്ത്രീകൾക്കാണ്. അമ്മയുടെ വേദന ഒരു അമ്മയ്ക്ക് മാത്രമേ അറിയൂ എന്നൊക്കെ നമ്മൾ പറയാറുണ്ട് അല്ലേ. പറയാറില്ലേ? ഒരു കുടുംബത്തിൽ ആരെങ്കിലും വിഷമിച്ചിരിക്കുമ്പോൾ ആ വേദന അച്ഛൻ അറിയുന്നതിനെക്കാട്ടിലും അമ്മയ്ക്കാണ് അതറിയാനുള്ള സാധ്യത കൂടുതൽ. അപ്പം നമ്മുടെ മക്കളെ നമ്മളൊക്കെ പണ്ട് കാലത്തൊക്കെ ഒരു കൂട്ടുകുടുംബ വ്യവസ്ഥയിൽ വളർന്ന ആൾക്കാരാണ്. ഞാനൊക്കെ വളരെ കൂട്ടുകുടുംബ വ്യവസ്ഥ എന്ന് പറയുമ്പോൾ എല്ലാവരും വീട്ടിലുണ്ടായിരുന്നു. അച്ഛൻ, അമ്മ, ചെറിയമ്മ, വലിയമ്മ, അമ്മാമ്മമാര്, അമ്മായിമാര്. ആ കൂട്ടുകുടുംബ വ്യവസ്ഥയിൽ വളർന്ന ഒരാൾക്ക് ഒരു കാരണവശാലും ഒരു ദുരുദ്ദേശത്തോടുകൂടെ പെരുമാറാനോ അവർക്ക് വേറെന്തെങ്കിലും പ്രയാസമുള്ളൊരു പ്രവൃത്തി ചെയ്യാനോ സാധിക്കില്ല. കാരണം ഇന്ന് അങ്ങനെയല്ല അല്ലേ. ഇന്നൊക്കെ അണുകുടുംബ വ്യവസ്ഥയിലേക്ക് വന്നിരിക്കുകയാണ്. ഞാനും എൻ്റെ ഭർത്താവും അല്ലെങ്കിൽ 1-2 മക്കൾ മാത്രമായിട്ട് തീർന്നിരിക്കുകയാണ് അല്ലേ. ആ ഒരു അവസ്ഥയും കൂട്ടുകുടുംബ വ്യവസ്ഥയും തമ്മിൽ വളരെ വ്യത്യാസമുണ്ട്. ചീത്ത പറയാനും ശാസിക്കാനും അതുപോലെ തന്നെ നല്ലത് പറഞ്ഞു കൊടുക്കാനും അന്ന് അമ്മമ്മമാരും മുത്തശ്ശന്മാരും അമ്മാമ്മമാരും ഒക്കെ ഉണ്ടായിരുന്നു. ഇന്ന്
അതെല്ലാം ഒഴിവായിക്കൊണ്ട് ഇന്ന് നമുക്കറിയാം, ഇന്നത്തെ ആധുനിക കാലഘട്ടത്തിലേക്ക് മാറുമ്പോൾ നമ്മൾ ഇന്ന് എല്ലാവരും ഓരോരുത്തരും വിരൽത്തുമ്പിലാണ് അല്ലേ നമ്മുടെ ജീവിതം മുന്നോട്ട് പോകുന്നത്. ഒരു കമ്പ്യൂട്ടറിലോ അല്ലെങ്കിൽ ഒരു മൊബൈലിലോ ആണ് നമ്മുടെ ജീവിതം മുഴുവൻ ഇരിക്കുന്നത് എന്നുള്ള ആ മാനസികാവസ്ഥയിലാണ് നമ്മളെല്ലാവരും. എല്ലാവരും അറിയാം, ഒരു വീട്ടിൽ ഒരു അമ്മയുണ്ടാവും, അച്ഛനുണ്ടാവും, മക്കളുണ്ടാവും, എല്ലാവരും ഒരേ ചെയറിൽ, ചിലപ്പോൾ ഒരേ സോഫ സെറ്റിൽ 4 പേര് ഇരിക്കുന്നുണ്ടാവും. 4 പേരും പരസ്പരം വർത്തമാനം പറയുന്നുണ്ടാവില്ല, പരസ്പരം മൊബൈൽ നോക്കിക്കൊണ്ടിരിക്കുന്ന ഒരവസ്ഥയിലേക്കായിരിക്കും നമ്മൾ പോകുന്നത് അല്ലേ. ഇന്ന് പരസ്പരം സംസാരിക്കാനോ അച്ഛനോടോ അമ്മയോടോ കാര്യങ്ങൾ സംസാരിക്കാനോ അല്ലെങ്കിൽ സഹോദരന്മാരോട് സംസാരിക്കാനോ ഇന്ന് സമയമില്ല. എന്തുകൊണ്ട് സമയമില്ല? നമ്മൾ സമയം ഉണ്ടാക്കണ്ടേ? ഇന്ന് സമൂഹത്തിൽ ഞാനൊക്കെ പ്രവർത്തിക്കാൻ തുടങ്ങിയിട്ട് കഴിഞ്ഞ 25 വർഷമായി പാലക്കാട് നഗരസഭയുടെ ഒരു ജനപ്രതിനിധിയായിട്ട്. കഴിഞ്ഞ 7 വർഷം ഞാൻ ചെയർമാനായിരുന്നു. സമൂഹത്തിൽ ഒരുപാട് ആൾക്കാരുടെ പ്രയാസങ്ങളും നല്ല കാര്യങ്ങളും ഒക്കെ മനസ്സിലാക്കിയ ഒരു വ്യക്തിയാണ് ഞാൻ. അവരുടെ പ്രയാസങ്ങൾ മനസ്സിലാക്കി അവരുടെ പ്രയാസങ്ങളെ എങ്ങനെ ആ പ്രയാസങ്ങൾ മാറ്റിക്കൊടുക്കാമെന്ന് ചിന്തിക്കുന്ന ഒരു തരത്തിലായിരുന്നു നമ്മുടെ ഓരോരുത്തരുടെയും പ്രവർത്തനം. അത് കാരണം കൊണ്ട് തന്നെയാണ് കഴിഞ്ഞ ഒരേ അടിക്ക് 2000 മുതൽ 2025 വരെ ജയിച്ചു വന്നൊരു വ്യക്തിയാണ് ഞാൻ. ഇപ്പൊ പ്രയാസങ്ങൾ മനസ്സിലാക്കി ആ പ്രയാസങ്ങൾക്ക് തരണം ചെയ്യാനുള്ള പ്രവർത്തികൾ നമ്മൾ ചെയ്യുന്നത് കൊണ്ടാണ് നമ്മളെ വീണ്ടും ജനങ്ങൾ ജയിപ്പിച്ച് ആ ഒരു സ്ഥാനത്തേക്ക് കൊണ്ടുവരുന്നത് അല്ലേ. അത് നമുക്ക് സ്ത്രീകൾക്ക് മാത്രമേ സാധിക്കുള്ളൂ. സ്ത്രീ ശക്തി എന്ന് പറയുമ്പോൾ നമുക്കറിയാം, 1997 വാജ്പേയി സർക്കാരാണ് കേരളത്തിൽ ആദ്യമായി കുടുംബശ്രീ സംവിധാനം കൊണ്ടുവന്നത്. ആ കുടുംബശ്രീ സംവിധാനത്തിലൂടെ നമ്മൾ ഇന്ന് എത്ര പുരോഗമനം വന്നു എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. ഇവിടെയൊക്കെ കുടുംബശ്രീ ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു ഇല്ലേ? ഇവിടെ എല്ലാവരും കുടുംബശ്രീ അംഗങ്ങൾ കുറേ പേരൊക്കെ ഇവിടെ ഉണ്ടാവും. ആ കുടുംബശ്രീ ചേർന്നതുകൊണ്ട് നമുക്ക് എന്തെല്ലാം കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ സാധിച്ചു. ഒരു കുടുംബത്തിലെ ഓരോ പ്രയാസങ്ങളും ഭർത്താവ് കൊണ്ടുവന്ന നമ്മൾ ശമ്പളം കിട്ടി കൊണ്ടുവന്ന പൈസ ജീവിക്കാൻ മതിയില്ലാതെ നമ്മൾ വരുമ്പോൾ ഇന്ന് കുടുംബശ്രീയിലൂടെ സ്വയം തൊഴിൽ കണ്ടെത്തിക്കൊണ്ട് സ്ത്രീ ശാക്തീകരണത്തിൻ്റെ ഭാഗമായി ഒരുപാട് പേർ ഇന്ന് കുടുംബശ്രീയിലൂടെ ഉന്നമനം തേടിയ ഒരുപാട് ആൾക്കാരുണ്ട് സമൂഹത്തിലുണ്ട്. ഇന്ന് ഏതൊക്കെ മേഖലകളിലാണ് സ്ത്രീകൾ മുൻപന്തിയിൽ എത്തിയിട്ടുള്ളത്? ഒരുപാട് മേഖലകളിൽ സ്ത്രീകൾ മുൻപന്തിയിലുണ്ട് അല്ലേ. അതൊക്കെ നമ്മൾ മനസ്സിലാക്കണം. കാരണം സ്ത്രീക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ, സ്ത്രീയുടെ ശക്തി എന്ന് പറയുമ്പോൾ നമ്മുടെ മനോഭാവത്തിൻ്റെ ആ ഒരു ഇത് തന്നെയാണ്. കാരണം നല്ല അറിവും നല്ല പ്രത്യാശയും കൊടുക്കാൻ നമുക്ക് സാധിക്കണം. മറ്റുള്ളവർക്ക് പ്രത്യാശ കൊടുക്കുക എന്നുള്ളതാണ് സ്ത്രീകൾക്ക്. പ്രത്യാശ കൊടുത്താൽ മാത്രം മതിയോ? പക്ഷേ അത് നടത്തിക്കൊണ്ടുപോകാനുള്ള മാർഗങ്ങളും നമ്മൾ കണ്ടെത്തണം. എനിക്ക് വളരെയധികം സന്തോഷമായി. കാരണം ഇത്രയും സ്ത്രീകൾ ഒരുമിച്ചിരുന്ന് ഈ ഒരു സ്ത്രീ ശാക്തീകരണത്തിന്റെ ഭാഗമായിട്ട് ഇത് കേൾക്കാൻ ഇവിടെ എത്തി. നവംബർ മാസം തൊട്ട് നവംബർ 26 തൊട്ടിട്ട് ഡിസംബർ 6 വരെ നടത്തുന്ന അമൃതോത്സവം, ഈ പരിപാടികൾ ഒരുപാട് മഹത് വ്യക്തിത്വങ്ങളാണ് ഇവിടെ പങ്കെടുക്കുന്നത് അല്ലേ. നിങ്ങൾക്ക് അതിനൊക്കെ ഒരു ഭാഗ്യം കിട്ടുക പറയുമ്പോൾ ഏറ്റവും വലിയൊരു എന്താ പറയണ്ടത്, അത്രയും വലിയൊരു ഭാഗ്യമുള്ള ആൾക്കാരാണ് നിങ്ങളെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. തീർച്ചയായിട്ടും നമ്മുടെ പ്രവർത്തനം മുന്നോട്ട് പോകണമെങ്കിൽ സ്ത്രീയുടെ ആ ശക്തി എന്താണ് തെളിയിക്കണം. ഇന്ന് ഞാനിവിടെ വന്നപ്പോൾ വളരെ കുറച്ച് സ്ത്രീകൾ വളരെ സ്റ്റേജിലത്തെ കാര്യങ്ങളൊക്കെ പരിപാടികളൊക്കെ നടത്താൻ വേണ്ടിയിട്ട് ഉത്സാഹപൂർവ്വം നടക്കുന്നുണ്ട്. കുറച്ച് പേര് മിണ്ടാതിരിക്കുന്നുണ്ട്, കുറച്ച് പേര് പരസ്പരം സംസാരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷെ അതല്ല വേണ്ടത്. നമ്മളെല്ലാവരും മുൻപന്തിയിൽ വരണം. നമ്മൾ സ്ത്രീകളാണ്. നമ്മൾ സ്ത്രീകൾ മുൻപന്തിയിൽ വന്ന് നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും? നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കും. ആ സാധിക്കുന്ന കാര്യങ്ങൾ മുൻപന്തിയിൽ വന്ന് സമൂഹത്തിൽ ഇറങ്ങി പ്രവർത്തിക്കണം എന്നാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. സമൂഹത്തിൽ ഇറങ്ങി ഓരോരുത്തരുടെയും പ്രയാസങ്ങളും നല്ലതും ചീത്തയും മനസ്സിലാക്കി അവർക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ. നമ്മുടെ കയ്യിൽ 10 രൂപ കിട്ടിയാൽ അത് 2 രൂപയെങ്കിലും സമൂഹത്തിന് വേണ്ടി പ്രവർത്തിക്കാൻ നിങ്ങൾ ഓരോരുത്തരും തയ്യാറാവണം. നമ്മളെപ്പോഴും നമ്മുടെ പൈസയുടെ ബുദ്ധിമുട്ടും പ്രയാസങ്ങളും ഒക്കെ നമ്മുടെ പറയുമെങ്കിൽ ഈശ്വരാധീനം എന്ന് പറയുന്നത് എന്താ അറിയോ? മറ്റുള്ളവരെ സഹായിക്കുക എന്നുള്ളതാണ്. നമ്മൾ ഈശ്വരാധീനം, നമ്മൾ ദൈവത്തിനെ 4 നേരവും പ്രാർത്ഥിച്ച് പോയിട്ട് ദുഷ്ടത്തരം ചെയ്ത് കണ്ടാൽ ഒരു കാര്യമില്ല. ദൈവത്തിനെ രാവിലെ വന്ന് എഴുന്നേറ്റ് കുളിയൊക്കെ കഴിഞ്ഞ് അമ്പലത്തിൽ വന്ന് തൊഴും പോയി തീരെ പുറത്തുപോയി ചെയ്യുന്നത് ദുഷ്ടത്തരമാണെങ്കിൽ നമുക്ക് യാതൊരു അനുഭവവും ഉണ്ടാവില്ല. പക്ഷെ അതല്ല, നമുക്ക് കിട്ടുന്ന ഒരു ഓഹരിയിൽ നിന്നും സമൂഹത്തെ സേവിക്കാൻ വേണ്ടി ഒരുപാട് ആൾക്കാർ ശ്രമിക്കണം. ഇതൊക്കെ തന്നെയാണ് ഈശ്വരൻ പറയുന്നത്, നമ്മുടെ മാതാമൃതാനന്ദമയി പറയുന്നത്. ഇതെല്ലാം ഈ നമ്മുടെ വചനങ്ങളെല്ലാം ഭഗവാൻ ശ്രീകൃഷ്ണൻ അടക്കം പറയുന്നു. ഇന്ന് രാമായണ മാസമാണല്ലേ. ഒരുപാട് പേര് രാമായണം വായിച്ച് രാമായണ കഥകൾ കേട്ട്, നമ്മൾ പണ്ട് കാലത്തൊക്കെ അറിയാം, മുത്തശ്ശനും മുത്തശ്ശിയൊക്കെ രാമായണ കഥകൾ പറഞ്ഞു തന്ന് നമ്മൾ കേട്ട കഥകളാണ്. അന്ന് രാമായണം വായന വീട്ടിൽ വയസ്സായ ആൾക്കാർ മാത്രമേ രാമായണം വായിക്കുള്ളൂ. ഇന്ന് അങ്ങനെയല്ല അവസ്ഥ. ഇന്ന് എല്ലാവരും രാമായണം വായിക്കാൻ തുടങ്ങി. ഇന്ന് പുരുഷന്മാരടക്കം
ദിവസം ഈ രാമായണ മാസത്തിൽ രാമായണം വായിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. നമ്മുടെ പ്രകൃതിയുടെ മാറ്റത്തിൻ്റെ ഒരു ചിലമ്പൊലിയാണത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. തീർച്ചയായിട്ടും ഇവിടെ വന്ന് നിങ്ങളെ എല്ലാം കാണാൻ സാധിച്ചതിലും 2 വാക്ക് സംസാരിക്കാൻ സാധിച്ചതിലും ഈ ഒരു ലോഗോ പ്രകാശനം ചെയ്യാൻ സാധിച്ചതിൽ വളരെയധികം സന്തോഷമുണ്ട്. തീർച്ചയായിട്ടും ഇവിടെ ഇരിക്കുന്ന സ്ത്രീകൾ എല്ലാവരും സമൂഹത്തിലിറങ്ങി ഒരുപാട് പ്രവർത്തനങ്ങൾ ചെയ്യണം, ഭഗവാനെ പ്രാർത്ഥിക്കണം, നമ്മുടെ കുട്ടികളെ നന്നായി വളർത്തണം. 1 2 മക്കളുണ്ട് പറഞ്ഞാലും നമ്മൾ പണ്ട് കാലത്ത് പറയുമല്ലേ, കുട്ടികളെ ഉണ്ടെങ്കിൽ അടിച്ചു വളർത്തണം, മുരിങ്ങ ഒടിച്ചു വളർത്തണം എന്ന് നമ്മൾ പറയാറുണ്ടല്ലേ. അത് എത്ര ശരിയാണെന്ന് ഇപ്പം നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവും അല്ലേ. പഴയ കാലത്ത് 6 7 മക്കളുണ്ടാവുമ്പോൾ ഞങ്ങൾ മുതിർന്ന ആൾക്കാരെ കണ്ട് പഠിച്ച ആൾക്കാരാണ് നമ്മളെല്ലാവരും. പക്ഷെ ഇന്നങ്ങനെയാണോ? ഇന്നങ്ങനെയല്ല. 1 2 മക്കൾ മാത്രമേ ഒരു ന്യൂക്ലിയർ കുടുംബത്തിനുണ്ടാവുള്ളൂ. ആ മക്കളെ പറഞ്ഞ് മനസ്സിലാക്കി നല്ല രീതിയിൽ നല്ല വഴിക്ക് നയിക്കാനുള്ള ശ്രമങ്ങൾ ഓരോ അമ്മമാരും അച്ഛന്മാരും ശ്രമിക്കണം. അതിൽ അമ്മമാർക്കാണ് ഏറ്റവും കൂടുതൽ പങ്ക്. ഇന്ന് നമുക്കറിയാം, ലഹരിക്ക് അടിമയായ ഒരുപാട് കുട്ടികളുടെ പ്രവർത്തനങ്ങളെക്കുറിച്ച് നമ്മൾ മാധ്യമങ്ങളിലൂടെ അറിയുന്നുണ്ടല്ലേ. എന്തുകൊണ്ടാണ് അവർ അങ്ങനെ പോകുന്നത്? തീർച്ചയായിട്ടും ഞാൻ ഈ പറഞ്ഞ കുറേ കാര്യങ്ങൾ, വീട്ടിൽ സ്നേഹം എന്നുള്ളൊരു വാക്ക് നമ്മുടെ മക്കൾക്ക് കൊടുക്കാതെ, കൃത്യസമയത്ത് അവർക്ക് ഭക്ഷണം കൊടുക്കുമ്പോൾ അവർക്ക് വിളമ്പി കൊടുക്കാൻ, അടുത്തിരുന്ന് സ്നേഹം കൊടുത്ത് വിളമ്പി കൊടുക്കാൻ മറക്കുന്ന ഒരുപാട് ഇന്നത്തെ രക്ഷിതാക്കൾ ഒരുപാടുണ്ട്. കാരണം മേശപ്പുറത്ത് ഭക്ഷണം വിളമ്പി ഏതെങ്കിലും സമയത്ത് ഒന്നിച്ചിരുന്ന് കഴിക്കാൻ പോലും മടി കാണിക്കുന്ന ഒരുപാട് കുട്ടികളുണ്ടെന്ന് അല്ലേ. ഭക്ഷണം വെച്ചാൽ തോന്നിയ സമയത്ത് വന്ന് കഴിക്കുക എന്നുള്ളതാണ്. പക്ഷെ അങ്ങനെയല്ല വേണ്ടത്. അച്ഛനും അമ്മയും മക്കളും ഒന്നിച്ചിരുന്ന് സന്തോഷപൂർവ്വം അവരുടെ പ്രയാസങ്ങൾ എന്താണെന്ന് പറയുമ്പോൾ ആ പ്രയാസങ്ങൾ കേട്ട് ആ പ്രയാസങ്ങൾ മാറ്റിയെടുക്കാൻ നമ്മൾ ഓരോ കുടുംബങ്ങളും തയ്യാറായാൽ നമ്മുടെ സ്ത്രീ ശക്തി എന്താണെന്ന് ലോകം മുഴുവൻ അറിയും. ഇപ്പോൾ സ്ത്രീ ശക്തിക്ക് തീർച്ചയായിട്ടും വലിയൊരു ഉദാഹരണമാണ് നമ്മുടെ ഈ ക്ഷേത്രം എന്ന് ഞാൻ മനസ്സിലാക്കിക്കൊണ്ട് ഇവിടെ വന്ന് നിങ്ങളെല്ലാവരെയും കാണാൻ സാധിച്ചത് വളരെയധികം സന്തോഷം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.